നമസ്കാരം. പട്ടം പറത്തൽ ചിലർക്ക് ഒരു വിനോദമാകുമ്പോൾ മറ്റു ചിലർക്ക് അതൊരു വാളായി മാറുകയാണ്. കഴുത്തറ്റ് മരണത്തിലേക്ക് തള്ളിവിടുന്ന വാൾ. ഓരോ ദിവസവും പട്ടം പറത്തലിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പട്ടത്തിന്റെ ചരട് ദേഹത്തു കുടുങ്ങിയതിനെ തുടർന്ന് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബം പാലത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലെ ചന്ദ്രശേഖർ ആസാദ് ഫ്ലൈ ഓവറിലാണ് സംഭവമുണ്ടായത്. മറ്റൊരു സംഭവത്തിൽ ഒഴിവു ദിവസം കുടുംബവുമായി പുറത്തേക്കിറങ്ങിയതായിരുന്നു റഹാൻ. ബൈക്ക് ഓടിക്കുകയായിരുന്ന റഹാന്റെ ദേഹത്ത് അപ്രതീക്ഷിതമായി വന്ന പട്ടത്തിന്റെ ചരട് കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഇരുചക്ര വാഹനത്തിന്റെ താളം തെറ്റുകയും ആ മൂന്നംഗ കുടുംബം 70 അടി ഉയരമുള്ള മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. റഹാനും 7 വയസ്സുള്ള മകളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എന്നാൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണ ഭാര്യ റഹനയെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീടായിരുന്നു രഹനയുടെ മരണം സംഭവിച്ചത്. അതേസമയം സമയം കൊല്ലാൻ പട്ടം പറത്താനിറങ്ങിയ 5 പേർ ദുരന്തത്തിന്റെ നൂൽച്ചരടിൽ കോർത്ത് പറന്നുപോയത് മരണത്തിലേക്കാണ്. മറ്റൊരു സംഭവത്തിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ പട്ടത്തിന്റെ ചരട് കഴുത്തിൽ കുടുങ്ങിയും 2 പേർക്ക് കഴിഞ്ഞ ദിവസം ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. പട്ടം പറത്തുന്നതിനിടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേർക്കാണ് ജീവഹാനി സംഭവിച്ചത്. തെലങ്കാനയിൽ മാത്രം വിവിധയിടങ്ങളിൽ പട്ടം പറത്തുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ 5 മരണം സംഭവിച്ചിരുന്നു. ടെറസിൽ നിന്ന് വീണും വൈദ്യുതാഘാതമേറ്റും ബൈക്കിൽ സഞ്ചരിക്കവേ പട്ടച്ചരട് കഴുത്തിൽ കുടുങ്ങി നിരവധി മരണങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിതാവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന 7 വയസ്സുകാരനും ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്ന സൈനികനും ഈ പട്ടച്ചരട് ഒരു വില്ലനായി മാറിയപ്പോൾ ആ കുടുംബത്തിന് നഷ്ടമായത് 2 പേരെയായിരുന്നു. പട്ടം പറത്തുന്നതിനിടെ ടെറസിൽ നിന്ന് വീണ് തെലങ്കാനയിൽ 20-കാരനായ യുവാവ് മരണപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിലും പട്ടം പറത്തുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റും പട്ടത്തിന്റെ ചരട് കഴുത്തിൽ കുടുങ്ങിയും നിരവധി മരണങ്ങൾ സംഭവിച്ചിരുന്നു. നാസിക്കിൽ പട്ടം പറത്തുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് 15 വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം മകരസംക്രാന്തിക്ക് പട്ടം പറത്താൻ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ചരട് കഴുത്ത് മുറിഞ്ഞായിരുന്നു 7 വയസ്സുകാരൻ മരിച്ചത്. പട്ടം പറത്തുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പതിവാണ്. നേരത്തെ പട്ടം പറത്താൻ പൊട്ടിച്ച് ഗ്ലാസ് പൂശിയ കോട്ടൺ പട്ടം ചരടുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പല പ്രദേശങ്ങളിലും കോട്ടൺ ചരടുകൾക്ക് പകരം നൈലോൺ ചരടുകൾ വന്നിട്ടുണ്ട്. കൂടുതൽ സമയം ഈടുനിൽക്കുന്നതും കുറഞ്ഞ ചെലവുമാണ് നൈലോൺ ചരടിനെ ജനകീയമാക്കിയത്. എന്നാൽ ഈ കാരണം തന്നെയാണ് നൈലോൺ ചരടിനെ കൊലയാളിയാക്കുന്നത്. അത് ചർമ്മത്തിൽ കുടുങ്ങിയാൽ ഗുരുതരമായ പരിക്കുകൾക്കും മരണത്തിനും ഇടയാക്കും. ഇരുചക്ര യാത്രക്കാരാണ് ഏറ്റവും അധികം ഇത്തരം പട്ടം ചരടുകൾക്ക് ഇരയാകാറ്. ചൈനീസ് മാഞ്ച എന്ന് വിളിക്കപ്പെടുന്ന ഈ ചരടുകൾ വർഷങ്ങളായി ജീവൻ അപഹരിക്കുന്നുണ്ട്. ഇത്തരം പട്ടം ചരടുകൾ പിടിച്ചെടുക്കാൻ അധികാരികൾ പരിശോധനകളും റെയ്ഡുകളും നടത്താറുണ്ടെങ്കിലും അപകടങ്ങൾ തടയാൻ ഇവ പര്യാപ്തമാകുന്നില്ല എന്നാണ് ആവർത്തിച്ചുള്ള മരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പട്ടത്തിന്റെ നൂലിൽ ഉടക്കി 100 കണക്കിന് പക്ഷികൾക്കും ജീവഹാനിയും പരിക്കും സംഭവിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച് പട്ടം പറത്തുന്നതിന് കുപ്പിച്ചില്ലുകൾ അരച്ചു ചേർത്ത മാഞ്ച നൂലും ദൃഢതയേറിയ നൈലോൺ നൂലുകളും ഉപയോഗിക്കുന്നത് കൂടുതലാവുകയാണ്. മറ്റു പട്ടങ്ങളുടെ നൂൽ അരിയുന്നതിനായാണ് ഇത്തരം നൂലുകൾ പട്ടം പറത്തുന്നതിനായി ഉപയോഗിക്കുന്നത്.